എല്ലാവർക്കും സ്വാഗതം. ഗഗനചാരി വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷനാണ് പടം. കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു 2050 അതിനപ്പുറത്തേക്ക് കേരളം എങ്ങനെയാകും, നമ്മൾ പാരിസ്ഥിതിയോട് കാണിക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ലോകത്തായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നതെന്ന് അത് തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്താണ് ഈ കഥ ആദ്യം പറയുന്നത്. ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കഥ പറയാനുണ്ട്, ഒന്ന് കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി പറഞ്ഞു. വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും പ്രൊഡ്യൂസർമാരെ കിട്ടും എന്ന് പറഞ്ഞു. തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത്ത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ കഥ ഞാൻ അജിത്ത് വിനായക വേറെ പടം എടുക്കാൻ വേണ്ടി വന്നത്, അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ അച്ഛനുമായിട്ട് അജിത്തിന് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞു, ഒരു കഥ എടുത്തു, നിങ്ങൾ കോസ്റ്റ് കുറച്ചെടുത്ത് തരും, നല്ലൊരു ഡയറക്ടറാണ്. ഞാൻ സാജൻ ബേക്കറിൽ ചന്ദൂരിൽ അഭിനയിച്ചു. വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. വളരെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സിലിരിപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലും മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എല്ലാ മനുഷ്യനും ഒരു നല്ല വശമുണ്ട്, നമ്മുടെ വീക്കായ വശം, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്ദൂരും നന്നായി കഴിയും. അത് സാജൻ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അജുവിൻ്റെയും ജയയുടെയും അമ്മാച്ചനായിട്ട് അത് ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളാണ്. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ചന്ദൂനും ഒരു ടെൻഷനില്ല, ഇങ്ങനെ കൂടാതെ നിൽക്കുന്ന ശരിക്കും വേണ്ട ടെൻഷനിലാണോ ഇരിക്കുന്നതെന്ന് അറിയും. അങ്ങനെ അജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഒരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നത്. അവൻ പറഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞ അയച്ചായിട്ട് നാളെ തന്നെ കേൾക്കാമെന്ന്. അങ്ങനെ ഞാൻ ചന്ദൂരെ വിളിച്ചു. ചന്ദുവും വന്ന് ശിവസായിയും കൂടി, ഇവർ രണ്ടും കൂടി കഥ പറയാനായിട്ട് അജിത്തിനോട് തോന്നി. തിരിച്ചു വരുമ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കാണണം അത്യാവശ്യം. ചന്തു വെളി വന്നിട്ട് വിളിച്ചു, വേറൊരു ഓഫീസിൽ ഇരിക്കരുത്. അകത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അഡ്വാൻസ് തരും. അങ്ങനെ അജിത്ത് കഥ കേട്ട ഉടൻ ഇവർക്ക് രണ്ടുപേർക്ക് അഡ്വാൻസ് കൊടുത്തു. അജിത്ത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ നമ്മൾ വന്നു. അപ്പോൾ കോവിഡ് വന്നു. പക്ഷേ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. നേരിൽ അഭിനയിച്ചതിന് ശേഷം നേരല്ല, പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ അല്ലല്ല ദൃശ്യം 2 അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോവിഡ് അടിച്ച്. ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. വേറെ ആരോട് കൊടുത്താൽ ഞാനല്ല, ഞാൻ അവിടുന്ന് പൊയ്ക്കളാം. പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഗ്യാപ്പിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്തു. പക്ഷെ ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി. കാരണം നമുക്ക് ഈ കാരവനിൽ പോയി ഇരിക്കാൻ തോന്നില്ല. ഗൂഗിളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കളിപ്പിച്ചു. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗഗനചാരി. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനായിരുന്നു ഞാൻ ഗണേഷ് സാറിൻ്റെ കൂടെ ഗഗനചാരി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുത്തത്. ഗണേഷ് മാമന്, പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ ഗണേഷ് സാർ സെറ്റിലുള്ള കളിതമാശകളും കോവിഡിൻ്റെ ഒരു വളരെ എല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ളൊരു വേദിയായിരുന്നു ഗഗനചാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ റീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം. നല്ല അഭിപ്രായങ്ങൾ വരുന്നു തിയേറ്റേഴ്സിൽ നിന്ന്. സ്ക്രീൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് അജിത് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണലിയും റിലീസ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ചിലപ്പോൾ ചെറുതാണെന്ന് കരുതി തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിൻ്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എനിക്ക് അനാർക്കലി കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആ ഏലിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് നോർമലായിട്ട് കാണുന്നത്. ഗഗനചാരി പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്ന കളിയും തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനചാരി.
ചന്തുവായിട്ടാണെങ്കിലും സുജിത്തും സായൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര ഒരു റാപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗണേശ് സാറായിട്ടും ആണെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് കുറേ കഥയൊക്കെ പറയും എപ്പോഴെപ്പോഴും. അപ്പോൾ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര രസമുള്ളൊരു പടമാണല്ലോ എന്ന് മനസ്സിലായത്. എനിക്ക് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചന്തു. കാര്യം പുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് ഗഗനചാരി എന്ന് എനിക്ക് തോന്നുന്നത്.